മാസം 27-ാം തീയതി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗവും 28, 29 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഈ യോഗത്തിലാകും സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരായിരിക്കുമെന്നതിനെ സംബന്ധിച്ച ചർച്ച നടക്കുക. CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് അടുത്ത വർഷം ഏപ്രിൽ ആദ്യം മധുരയിലാണ് നടക്കുന്നത്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചതിനാൽ താൽക്കാലികമായി ഒരാളെ ജനറൽ സെക്രട്ടറിയോ കൺവീനറോ ആയി നിയമിക്കണമെന്ന നിർദ്ദേശമാണ് നേതൃത്വത്തിന്റെ പരിഗണനയിൽ. പാർട്ടി സെന്ററിന്റെ ഭാഗമായ ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് സാധ്യത. MA ബേബി, ബൃന്ദ കരാട്ട് എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. പ്രായവും ദേശീയ രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തും ബേബിക്ക് അനുകൂലമായ ഘടകമാണ്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കൾക്കിടയിലെ സ്വീകാര്യതയും വനിത എന്ന ഘടകവും ബൃന്ദ കരാട്ടിന് അനുകൂലമാണ്. താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ പിണറായി വിജയന്റെയും കേരള ഘടകത്തിന്റെയും നിലപാട് നിർണായകമാകും. പാർട്ടിയും ദേശീയ രാഷ്ട്രീയവും നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസ് വരെ പ്രകാശ് കരാട്ടിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശവും ചില നേതാക്കൾക്കുണ്ട്. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.